ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ. ഒരു പാർട്ടിയുടെ അത്യാഗ്രഹത്തിന് മുന്നിൽ ഇന്ത്യൻ ജനാധിപത്യം വളയില്ല എന്നും സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. റഹീസ്, ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം സമവായത്തിലൂടെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ കഴിയും. വലിയ ചർച്ചകൾ ഇക്കാര്യത്തിൽ എല്ലാവരുമായി നടത്തും. 32 പാർട്ടികൾ ഇതിനെ പിന്തുണച്ചിട്ടുണ്ട്, 15 പാർട്ടികളാണ് എതിർക്കുന്നത്. ആ 15 പാർട്ടികളുമായും പ്രത്യേകം ചർച്ച നടത്തും എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നത്. അതിനിടെയാണ് സ്റ്റാലിൻ്റെ കടുത്ത നിലപാട്. എന്താണ് അദ്ദേഹം വിശദീകരിക്കുന്നത്? അതെ, തീർച്ചയായും ഈ ഒരു പദ്ധതി സമവായത്തിലൂടെ എടുക്കാമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴും കരുതുന്നത്. പക്ഷേ അത് നടപ്പിലാകില്ല എന്നുള്ള സൂചനയാണ് ഇന്നലെ ചില BJD നേതാക്കളിൽ നിന്ന് തന്നെ ലഭിച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ DMK നേതാക്കളും ഒപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണവുമായി എത്തിയിരിക്കുന്നത്. അദ്ദേഹം കടുത്ത ഭാഷയിൽ, രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് ഈ ഒരു പദ്ധതിയെ വിമർശിക്കുന്നത്. കാരണം ഇത് BJPയുടെ ഒരു ഈഗോയിലൂടെ ഒരിക്കലും പ്രായോഗികമല്ലാത്ത ഒരു പദ്ധതിയെ, യുക്തിരഹിതമായ ഒരു പദ്ധതിയെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. ഇന്ത്യൻ ജനാധിപത്യം ഒരു വൈവിധ്യപൂർണമായ ഒരു ജനാധിപത്യമാണ്. അതിൽ ഒരു കോംപ്ലക്സ് ആയ ജനാധിപത്യമാണെങ്കിൽ പോലും അതിൽ കൃത്യമായിട്ടുള്ളൊരു അധികാരത്തിൻ്റെ ഒഴുക്ക് അത് നടപ്പിലാകുന്നുണ്ട്. അതിനെ ബാധിക്കാത്ത തരത്തിലാണ് ഇലക്ഷൻ നടക്കുന്നത്. എന്നാൽ ഇത്തരമൊരു പദ്ധതി നടപ്പിലാകുന്നതോടുകൂടി അധികാരത്തിൻ്റെ ഒരു ഒഴുക്ക് നിലയ്ക്കും, ഒപ്പം തന്നെ ഒരു ഭരണസ്തംഭനമടക്കം സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഇലക്ഷൻ മാറും എന്നുള്ള ഒരു കൃത്യമായ വീക്ഷണം അദ്ദേഹം ഇതിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലൊക്കെ നമ്മൾ ഈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവുകളിലൂടെയാണ് മിക്കവാറും ഈ ഉദ്യോഗസ്ഥരിലൂടെയൊക്കെയാണ് ഭരണം മുന്നോട്ട് പോകുന്നത്. അതിനെയൊക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഇലക്ഷൻ സമ്പ്രദായമാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പോയിന്റ് കൂടി സ്റ്റാലിൻ ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു പാർട്ടിയുടെ അത്യാഗ്രഹത്തിന്, അധികാരത്തിനോടുള്ള ആർത്തിക്ക് വേണ്ടി അവർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി അതൊരു രാജ്യത്ത് നടപ്പിലാക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഇന്ത്യൻ ജനാധിപത്യം വളയില്ല എന്നുകൂടി സ്റ്റാലിൻ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല, ഈ രാജ്യം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലാണ് BJP ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. തൊഴിലില്ലായ്മ രൂക്ഷമായി മാറുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ചില പൊടിക്കൈകൾ പോലെ ചില പദ്ധതികൾ കൊണ്ടുവന്ന് അതിൻ്റെ പേരിൽ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തരത്തിലേക്കൊക്കെയാണ് കേന്ദ്രം ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് കൂടി സ്റ്റാലിൻ പറയുന്നു. എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പ്രായോഗികമല്ല എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇന്ന് വിശദീകരിച്ചത്. ഇക്കാര്യത്തിൽ സമവായം ഉണ്ടാക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴാണ് കടുത്ത വിമർശനവുമായി DMK നേതൃത്വം രംഗത്ത് വരുന്നത്. മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.